ഹായ്, കുറച്ച് നാളായിട്ട് മലയാള സിനിമയ്ക്ക് നല്ല സമയമാണെന്നും അതിൻ്റെ ഭാഗമായിട്ട് കുറേ നല്ല കാര്യങ്ങളൊക്കെ സംഭവിക്കുന്നുണ്ട്. നല്ല പെർഫെക്റ്റാണെന്ന് നമ്മൾ കരുതിയ ആണുങ്ങളൊക്കെ നല്ല കോഴികളാണെന്നും നല്ല കഴിവുള്ളവരാണെന്നും തെളിയിച്ചുകൊണ്ടിരിക്കുന്ന ഓരോ കാര്യങ്ങളാണ്. അപ്പം അതിലെ നായികമാരും ബാക്കിയുള്ളവരും എല്ലാം പെർഫെക്റ്റ് ആയിരിക്കും എന്ന് നമുക്ക് വിചാരിക്കാം. നമുക്ക് എല്ലാം പോസിറ്റീവായിട്ട് തന്നെ വിചാരിക്കാം. എൻ്റെ ഇന്നത്തെ വീഡിയോ അതല്ല. എൻ്റെ വീഡിയോ ഞാൻ ഇന്ന് ഒരു പോസ്റ്റ് കണ്ടു. 24-ലെ ഹാഷ്മി ഒരു നടനോട് ആ സിനിമയിലെ ഒരു സിനിമയ്ക്ക് നായകൻ മേടിക്കുന്ന അതേ പ്രതിഫലം അതിൻ്റെ നായികയ്ക്കും കിട്ടണം എന്ന് പറയുന്നൊരു സീന്. എന്നിട്ട് പുള്ളി വലിയ സൗണ്ട് എടുത്തൊക്കെ സംസാരിക്കുന്നുണ്ട്. ഹാഷ്മി അറിയാവുന്നവർക്കറിയാം പുള്ളിയുടെ ഒരു സംസാര രീതി, പുള്ളിയുടെ ഒരു സ്റ്റൈല്. പക്ഷേ ഈ കഴിഞ്ഞ ദിവസം അഖിൽമാരാരുടെ മുന്നിൽ പുള്ളി തേഞ്ഞ് തീർന്നതാണ്. അതിൻ്റെ ബാലൻസ് എന്നുള്ള രീതിയിലാണ് പുള്ളി ആ ചർച്ചയിൽ സംസാരിക്കുന്നത്. അങ്ങനെയാണോ ഒരു തൊഴിൽ മേഖലയിൽ ഒരാൾക്ക് ശമ്പളം ലഭിക്കുന്നത്? ഏത് തൊഴിൽ മേഖലയാണെങ്കിലും അവിടെ സീനിയോറിറ്റി, അവരുടെ കഴിവ്, അവർ ചെയ്യുന്ന ജോലിയുടെ എഫേർട്ട്, അതൊക്കെ അനുസരിച്ചല്ലേ കൂലി കിട്ടുന്നത്. ഇപ്പോൾ എവിടെയാണെങ്കിലും ഇപ്പോൾ ഒരു MD-ക്ക് കിട്ടുന്ന അതേ സാധനം ജനറൽ മാനേജറിന് കിട്ടില്ല. ജനറൽ മാനേജറിന് കിട്ടുന്ന അതേ സാധനം അവിടുത്തെ ഏരിയ മാനേജർക്കോ ബ്രാഞ്ച് മാനേജർക്കോ അല്ലെങ്കിൽ താഴെയുള്ള ഒരു സ്റ്റാഫിനും കിട്ടത്തില്ല. അല്ലെങ്കിൽ ഒരു ബ്രാഞ്ച് മാനേജർക്ക് കിട്ടുന്ന സാലറി പോലും താഴെ ഒരു സ്റ്റാഫിനും കിട്ടത്തില്ല. പട്ടി പണിയുന്ന പോലെ പണിയുന്ന അവനാന്ന് പറഞ്ഞാലും കിട്ടത്തില്ല എന്ന് പറഞ്ഞ പോലെയല്ലേ എവിടെയും. സിനിമ എന്ന് പറയുന്ന ഒരു ബിസിനസ്സാണ്, അല്ലാതെ അതൊരു പുണ്യപ്രവൃത്തിയൊന്നുമില്ല. ഇപ്പോൾ 10 പേരെ കൊണ്ടുപോയി സിനിമ അഭിനയിപ്പിച്ച് അവരെ ഫേമസ് ആക്കിക്കോളാമെന്ന് ഇവിടെ ആർക്കും വാക്ക് കൊടുത്തിട്ടൊന്നുമില്ല. തലവരെ ഉള്ളവനും എന്താ പറയുന്നത്, ഇതൊക്കെ അഭിനയിക്കാൻ കഴിവുള്ളവർക്കുമാണ് ഇതിൽ കൂടുതൽ സ്ഥാനം. നായികയ്ക്കും നായകനും ഒരേ പ്രതിഫലം എന്ന് പറയുന്ന കാര്യം നടപടിയാവുമോ? പച്ചയ്ക്ക് പറഞ്ഞാൽ നടക്കത്തില്ല. കാരണം സിനിമ ഒരു ബിസിനസ്സാണ്, അത് മാർക്കറ്റ് ചെയ്യുന്ന രീതിയും വ്യത്യാസമാണ്. പലപ്പോഴും എല്ലാ സിനിമയും തന്നെ നായകൻ്റെ പേരിൽ തന്നെയാണ് സിനിമ റിലീസാകുന്നത്. അപ്പം നായകനാണ് അവിടെ മാർക്കറ്റ് ആവുന്നത്. ഇപ്പം മോഹൻലാലിന് കിട്ടുന്ന അതേ പ്രതിഫലം അതുകൊണ്ട് ഫഹദ് ഫാസിലിന് കിട്ടണമെന്നോ ജയസൂര്യയ്ക്ക് കിട്ടണമെന്നോ അല്ലെ ടോവിനോയ്ക്ക് കിട്ടണമെന്നോ പറഞ്ഞു കഴിഞ്ഞാൽ നടക്കുമോ? അങ്ങനെയാണെങ്കിൽ ഇവർ പറഞ്ഞ കാര്യങ്ങളെല്ലാം നടക്കണമല്ലോ. മമ്മൂട്ടിക്ക് കിട്ടുന്ന മോഹൻലാലിന് കിട്ടുന്ന അതേ പ്രതിഫലം ടോവിനോയ്ക്കും ജയസൂര്യയ്ക്കും എല്ലാം കിട്ടണ്ടേ? അതല്ലല്ലോ. ഇനി പൃഥ്വിരാജും മോഹൻലാലും ഒന്നിച്ച് വന്നാലും പൃഥ്വിരാജിന് കിട്ടുന്ന പ്രതിഫലമാണോ മോഹൻലാലിന് കിട്ടുന്നത്? അല്ലല്ലോ, അതിൽ കൂടുതലല്ലേ. എന്ന് പറഞ്ഞ പോലെയല്ലേ മാർക്കറ്റ് വാല്യൂ, ഒരു നടൻ്റെ മാർക്കറ്റ് വാല്യൂ വെച്ചിട്ടല്ലേ അവന് ഓരോ സിനിമയിൽ പ്രതിഫലം കിട്ടുന്നത്. ഇപ്പം ഒരു ക്രിക്കറ്റ് ആണെങ്കിൽ പോലും ഇന്ത്യൻ സൂപ്പർ ലീഗിന് കിട്ടുന്ന പോലെയാണോ ലേഡീസ് സൂപ്പർ ലീഗിന് കിട്ടുന്നത്? അല്ലല്ലോ. അവിടെ കളിക്കാൻ അറിയാൻ മേലാത്ത ആൾക്കാരായതുകൊണ്ടല്ല. മാർക്കറ്റിംഗ് എന്ന് പറയുന്നത് വലിയൊരു സംഭവം തന്നെയാണ്. എന്ന് വെച്ചാൽ ലേഡീസിന് പ്രതിഫലം കിട്ടുന്നില്ലെന്നാണോ? ശരിക്കും പറഞ്ഞാൽ ലേഡി സൂപ്പർ സ്റ്റാർ നയൻതാരയ്ക്ക് കിട്ടുന്ന പ്രതിഫലം ശരിക്കും പറഞ്ഞാൽ നമ്മുടെ ഇവിടുത്തെ മെഗാസ്റ്റാറായ മമ്മൂട്ടിക്ക് മോഹൻലാലിനും പോലും കിട്ടുന്നില്ല. ശരിയല്ലേ? അല്ലെങ്കിൽ ഹോളിവുഡിലൊക്കെ പോയി കഴിഞ്ഞാൽ എന്താ പറയുന്നത്, ഈ ദിവ്യ പദുക്കോണിനും ഐശ്വര്യ റായിക്കൊന്നും കിട്ടുന്ന പ്രതിഫലമൊന്നും ഇവിടെ മോഹൻലാലിനൊന്നും കിട്ടുന്നില്ല, അല്ലെ മമ്മൂട്ടിക്കൊന്നും കിട്ടുന്നില്ല. അപ്പം പെണ്ണാണോ ആണോ എന്നുള്ളതല്ല ഇവിടുത്തെ വിഷയം, മാർക്കറ്റ് ആർക്കാണെന്നുള്ളത്. ഇതിപ്പം ഈ ഒരു രീതി ചിന്തിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇവിടുത്തെ WCCയുടെ ഏറ്റവും വലിയ ആളാണല്ലോ പാർവതി തിരുവോത്തിന് കിട്ടുന്ന അതേ പ്രതിഫലം ഇവിടെ ഐശ്വര്യയ്ക്ക് കിട്ടുമോ? അല്ലെങ്കിൽ അന്നാരാജന് കിട്ടുമോ? അല്ലെങ്കിൽ ഓരോ പുതിയ വരുന്ന ഏതെങ്കിലും നടിക്ക് കിട്ടുമോ? ഇപ്പോൾ പാർവതി തിരുവോത്തും പുതിയൊരു നടിയും കൂടെ വരിക, പാർവതി തിരുവോത്തിന് കിട്ടുന്ന അതേ പ്രതിഫലം ആ നടിക്ക് കൊടുക്കണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പാർവതി തിരുവോത്ത് സമ്മതിക്കുമോ? അല്ലെ അങ്ങനെ കൊടുക്കാൻ പറ്റുമോ?
ഇനി അതല്ല, ഇവിടുത്തെ നമ്മുടെ ലേഡി സൂപ്പർ സ്റ്റാറാണ് മഞ്ജു വാര്യർ. മഞ്ജു വാര്യർക്ക് കിട്ടുന്ന പ്രതിഫലം എന്നാൽ മഞ്ജു വാര്യരുടെ കൂടെ ജൂനിയറായിട്ട് കുഞ്ചാക്കോവന് കിട്ടണമെന്ന് പറഞ്ഞാൽ നടക്കുമോ? അല്ലെങ്കിൽ ഏതൊരു നടി അവർക്ക് കിട്ടണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നടപടിയാവും. അപ്പം പ്രതിഫലം എന്ന് പറയുന്നത് അവനവൻ്റെ കഴിവിനനുസരിച്ചുള്ള സാധനമാണ്. അല്ലാതെ ഒരു സുപ്രഭാതത്തിൽ കുറേ കോമാളിവേഷം കെട്ടി ചാനൽ ചർച്ചയായിരുന്നു ഡയലോഗ് കിട്ടി കഴിഞ്ഞ് കഴിഞ്ഞാൽ ആകുന്ന കാര്യമല്ല. അവിടെ തന്നെ നോക്കിക്കഴിഞ്ഞാൽ ഹാഷ്മിക്ക് കിട്ടുന്ന അതേ സാലറി ആയിരിക്കുമോ ഹാഷ്മിയുടെ താഴെ ജോലി ചെയ്യുന്ന ഏതെങ്കിലും ജൂനിയർ ലേഡീസിന് കിട്ടുന്നത്? അല്ല, ഏതെങ്കിലും ജൂനിയർ ലേഡിക്ക് ഹാഷ്മിയുടെ സാലറി കൊടുക്കാൻ ഹാഷ്മി സമ്മതിക്കുമായിരിക്കുമോ? ഇതൊക്കെയാണ് പ്രശ്നങ്ങൾ. ആദ്യം ഇതിനൊക്കെ മുക്കറയിടുന്നവർ ആദ്യം മനസ്സിലാക്കേണ്ടത് പുരുഷനാണോ സ്ത്രീയാണോ എന്നുള്ളതല്ല, ആർക്കാണ് കഴിവ്, ആരെയാണ് മാർക്കറ്റ് ചെയ്യുന്നത്, അത് മാത്രമാണ് സിനിമ. കോടാനുകോടികളും ഇറക്കി കളിക്കുന്ന കളിയാണ്. അവിടെ വന്നിട്ട് നമ്മളീ പുറത്തിരുന്ന് 50 രൂപയുടെ അല്ലെങ്കിൽ 150 രൂപയുടെ ടിക്കറ്റ് വാങ്ങി കളിക്കുന്ന ഒരുത്തിന് പറയുന്ന അഭിപ്രായം അല്ലത്. നമുക്ക് പിന്നെയും പറയാം, കോട്ടിട്ട് ചാനൽ ജഡ്ജി ആകുന്ന ഒരുത്തന് നിസ്സാരമായിട്ട് പറയാൻ പറ്റുന്ന കാര്യമാണല്ലോ നീ. അവൻ കൂടുതൽ പൈസ മേടിച്ചിട്ട് അവൻ ആ ചർച്ചയിരുന്ന് എന്ത് പറഞ്ഞു കഴിഞ്ഞാലും കൈയടിക്കാൻ കുറേ ആൾക്കാരുണ്ടെന്ന് അവൻ്റെ വിചാരമാണ്. ഹാഷ്മിയെ എനിക്കിഷ്ടമാണ്, ഹാഷ്മിയുടെ രീതികളും എനിക്കിഷ്ടമാണ്. പക്ഷേ ഈ ഒരു ചർച്ചയിൽ എനിക്കത് അംഗീകരിക്കാൻ പറ്റില്ല. ഓക്കെ, താങ്ക് യു.